اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 35-ാമത്തെ ഹിക്മത്താണ് പറയാൻ പോകുന്നത്. അത് മുഴുവനായിട്ടെന്ന് പറയില്ല, അതിന്റെ പകുതി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, അസുലു കുല്ലി മഅസിയത്തിൻ വ ഗഫ്ലത്തിൻ വ ശഹ്വത്തിൻ അൽദിലാ അൻ നഫ്സി വ അസുലു കുല്ലി ത്വാഅത്തിൻ വ യഖ്ലത്തിൻ വ ഇഫ്ഫത്തിൻ അദമുദ്ദിലാ മിൻക അൻഹ. വളരെ പ്രധാനപ്പെട്ട ഒരു ഹിക്മത്താണ്. അസുലു കുല്ലി മഅസിയത്തിൻ, മുഴുവൻ തിന്മയുടെയും അടിസ്ഥാനം. ഇവിടെ മഅസിയത്തിന് തിന്മാന്നും അനുസരണക്കേടു എന്നും അർത്ഥം ഇതിന് ശറഹിൽ പറയുന്നുണ്ട്. അസുലു കുല്ലി മഅസിയത്തിൻ, എല്ലാ അനുസരണക്കേടിന്റെയും അടിസ്ഥാനം അല്ലെങ്കിൽ മൂലകാരണം. വ ഗഫ്ലത്തിൻ, എല്ലാ അശ്രദ്ധയുടെയും മൂലകാരണം. അശ്രദ്ധ എന്ന് പറയുമ്പോൾ 2-3 നിലക്ക് ഇതിൽ പറയുന്നുണ്ട്. സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് അള്ളാഹു അല്ലാത്ത ഒരു സെക്കൻഡ് വന്ന ഗഫലത്തിന്റെ മക്കാമായി. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ളതായ അശ്രദ്ധയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അസുലു കുല്ലി മഅസിയത്തിൻ, എല്ലാ അനുസരണക്കേടിന്റെയും മൂലകാരണം. വ ഗഫ്ലത്തിൻ, എല്ലാ അശ്രദ്ധയുടെയും മൂലകാരണം. വ ശഹ്വത്തിൻ, എല്ലാ ശരീരേച്ഛയുടെയും മൂലകാരണം. അർദിലാ അനിൻ നഫ്സി, സ്വന്തത്തിനെ തൊട്ടുള്ള സംതൃപ്തി എന്ന് പറഞ്ഞാൽ സ്വന്തത്തിനെ കുറിച്ചുള്ള ഒരു മതിപ്പ്. അതാണ് എല്ലാത്തിൻ്റെയും മൂലകാരണം. സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് അവരെ മരണം വരെ അവരെത്ര നിസ്കരിച്ചാലും, എത്ര ഇബാദത്ത് ചെയ്താലും, ഏത് തരം നന്മകൾ അവർ ചെയ്താലും മരിക്കണ വരെ ഒരു സ്വന്തത്തിനെ കുറിച്ചൊരു മതിപ്പ് തോന്നിയിട്ടില്ല. അത് വലിയൊരു പ്രശ്നമാണ്. സ്വന്തത്തിനെ കുറിച്ചുള്ള ഒരു മതിപ്പുണ്ടല്ലോ, ഒരു തൃപ്തി, ഞാൻ അത്യാവശ്യം തരക്കേടില്ല എന്നതൊരു തോന്നലുണ്ടല്ലോ, അത് വലിയ അപകടം ചെയ്യും. ഒന്നുകൂടി അർത്ഥം വെച്ചേരെന്ന് മനസ്സിലാവും. അസുലു കുല്ലി മഅസിയത്തിൻ, എല്ലാ അനുസരണക്കേടിന്റെയും മൂലകാരണം. വ ഗഫ്ലത്തിൻ, എല്ലാ അശ്രദ്ധയുടെയും മൂലകാരണം. വ ശഹ്വത്തിൻ, എല്ലാ ശരീര ഇച്ഛയുടെയും മൂലകാരണം. അർദിലാ അനിൻ നഫ്സി, സ്വന്തത്തിനെ കുറിച്ചുള്ള സംതൃപ്തി, സ്വന്തത്തിനെ തൊട്ടുള്ളതായ സംതൃപ്തി. അത് വലിയ അപകടമായിട്ടാണ് മഹാരഥന്മാർ പറയുന്നത്. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് പറയുന്നുണ്ട്. വ അസുലു കുല്ലി ത്വാഅത്തിൻ, എല്ലാ അനുസരണയുടെയും മൂലകാരണം. വ യഖ്ലത്തിൻ, എല്ലാ ജാഗ്രതയുടെയും ശ്രദ്ധയുടെയും മൂലകാരണം. വ ഇഫ്ഫത്തിൻ, എല്ലാ വിശുദ്ധിയുടെയും മൂലകാരണം. അദമുദ്ദിലാ മിൻക അൻഹാ, നിന്നിൽ നിന്ന് നിന്റെ സ്വന്തത്തിനെ തൊട്ടുള്ള സംതൃപ്തി ഇല്ലായ്മയാണ്. അള്ളാഹുവിനോടുള്ള അനുസരണ, അള്ളാഹുവിനെ കുറിച്ചുള്ള സദാ ജാഗ്രത, അതുപോലെ നമ്മുടെ വ്യക്തി വിശുദ്ധി, ഇതിൻ്റെയൊക്കെ മൂലകാരണം എന്താണ്? സ്വന്തത്തിനെ കുറിച്ചുള്ള സംതൃപ്തി ഇല്ലായ്മ. ഞാൻ ശരിയായിട്ടില്ല, ഞാൻ ഇനിയും നന്നാകാനുണ്ട്, ഞാൻ ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് എന്നൊരു തോന്നലാണ് ഒരു മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുക. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എല്ലാവർക്കും അദ്ദേഹത്തിനെ കുറിച്ച് അറിയാം. പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ നമ്പർ 1 ആണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞൊരു ബൈത്ത്, കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൻ അമൽ സുഅഫ്ആലി കസീറു സാദു ത്വാഅതി ഖലീൽ. അത് വളരെ പ്രസിദ്ധമായ ഒരു ബൈത്താണ്. അദ്ദേഹം പറഞ്ഞില്ലേ, കൈഫ ഹാലി, എൻ്റെ അവസ്ഥ എന്താണ് പടച്ച റബ്ബേ, എനിക്ക് ഒരു ഖൈറായ ഒരു അമലും ഇല്ല, ഒരു നന്മയും എനിക്കില്ല. ആരാണ് ഈ പറയണത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്ത് മാത്രമേ ഉള്ളൂ, ഒരുപാട് മോശപ്പെട്ട പ്രവർത്തനം ഒരുപാടുണ്ട്.
നന്മകളോ അത് വളരെ കുറവാണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഓർക്കൊന്നും സ്വന്തത്തിനെ കുറിച്ച് സംതൃപ്തി ആയിട്ടില്ല. ഇപ്പൊ സഹാബത്തിന്റെ കാലത്ത് കുറച്ച് നിസ്കരിക്കുന്ന ആൾക്കാർ എത്രയെന്ന് പറഞ്ഞ് ഒരു ദിവസം 100 റക്അത്ത് നിസ്കരിക്കുന്ന ആൾക്കാരായിരുന്നു. ഏത് സാധാ നമ്മളെ റവാത്തിബും വിത്റും ലുഹയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കണമല്ലോ. ഏറ്റവും കുറച്ച് നിസ്കരിക്കുന്നവർ 100 റക്അത്തുകൾ നിസ്കരിക്കുന്ന ആൾക്കാരായിരുന്നു. എന്നിട്ട് പോലും അഹ്ലുൽ ബക്കായിൻ എന്ന് പറയുന്ന ഒരു വിഭാഗം പോലെ കൂട്ടത്തിലുണ്ട്. അഹ്ലുൽ ബക്കായിൻ എന്താ അവരെ പ്രത്യേകത? എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കുക. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ പോലെ, അബൂ ഹുറൈറ തങ്ങളെ പോലെയുള്ള സ്വഹാബികൾ എപ്പോഴും എത്ര ഇബാദത്ത് ചെയ്താലും അവർക്ക് സംതൃപ്തി തോന്നൂല. ഇപ്പൊ ഞാൻ മിഷ്കാത്തിലെ ഒരു ഹദീസ് എടുക്കുന്നുണ്ട്, പിന്നെ തങ്ങൾക്കും അതുപോലെ ഇവർക്കൊക്കെ. ആ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗത്തിന്റെ ഷറഹിൽ പറയുന്നുണ്ട്, റസൂലുള്ള പിന്നെ ഖബറിന്റെ അദാബിനെ കുറിച്ച് വായിച്ചപ്പോഴോ ആ പിന്നെ സദസ്സിൽ നിന്ന് വളരെ ഉച്ചത്തിൽ എല്ലാവരും പാടെ കൂട്ടക്കരച്ചിൽ കരഞ്ഞു എന്നൊക്കെ കാണാൻ സഹാബത്തിന്റെ കൂട്ടം. കാരണം അവരാരാണ്? സഹാബത്ത് പറഞ്ഞ ആരാണ്? ഇനി ഒരാള് ഖിയാമത്ത് നാൾ വരെ ഒരൊറ്റ സെക്കൻഡ് പോലും ഉറങ്ങാതെ ഇബാദത്ത് ചെയ്താലും ഒരു സഹാബിന്റെ ദർജയിലേക്കൊന്നും എത്തൂല. അത്ര വലിയ മഖാമിലുള്ള ആൾക്കാരാണ് സ്വഹാബത്ത്. അപ്പോ നമ്മളെ കുറിച്ചുള്ള ഒരു മതിപ്പ് അത് വലിയ അപകടം ചെയ്യും നമുക്ക്. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൽ ഇസ്തിഅദാദുൽ യൗമിൽ മആദി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അലാമത്തു ഷഖാവത്തി, ഈ പരാജയത്തിന്റെ ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്നത് നിസിയാനു ദുനൂബിൽ മാളിയ. ഒരാള് കഴിഞ്ഞു പോയ കാലത്ത് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതിനവൻ മറന്നുപോവുക. ഓന്റെ ജീവിതം അങ്ങനെ കാണുമ്പോ ഓനൊന്നും അങ്ങനെ ചെയ്യാത്ത മാതിരിയുള്ള ജീവിതമാണ്. നിസിയാനു ദുനൂബിൽ മാളിയ, കഴിഞ്ഞു പോയ കാലത്ത് ചെയ്ത പാപങ്ങളുണ്ടല്ലോ അത് മറന്നുപോവുക. വഹിയ ഇൻദല്ലാഹി മഹ്ഫൂള, അതൊക്കെ ആരടുത്ത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? അള്ളാന്റെ അടുത്ത് സൂക്ഷിക്കപ്പെട്ട കാര്യമാണ്. നമ്മൾ 2005 ചെയ്തു പോയ 2005 തൊട്ട് 10 ചെയ്ത കാര്യങ്ങളാണ്. അതൊക്കെ അള്ളാന്റെ അടുത്ത് സൂക്ഷിക്കപ്പെടുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് ഓൻ മറന്നുപോയി. ഓനെ കുറിച്ച് ഭയങ്കര ആത്മസംതൃപ്തി, ഞാൻ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, ഇപ്പൊ വലിയ തരക്കേടില്ല എന്നൊക്കെ തോന്നുകയാണ്, ഞാൻ ഉംറക്കൊക്കെ പോയതിനു ശേഷം നന്നായിട്ടുണ്ട് എന്നൊക്കെ തോന്നുകയാണ്. എന്നാലോ മുമ്പ് ഒരുപാട് പാപങ്ങൾ അവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഓൻ മറന്നുപോയി. ഇപ്പോഴും മോൻ അതിനെക്കുറിച്ച് എന്തു വേണം? വേവലാതി വേണം. റബ്ബേ, എന്റെ ദുർബല നിമിഷത്തിൽ ഞാൻ പലതും ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ള വേവലാതി അവനക്ക് വേണം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറയാണ്, നിസിയാനു ദുനൂബിൽ മാളിയ വഹിയ ഇൻദല്ലാഹി മഹ്ഫൂള, കഴിഞ്ഞു പോയ കാലത്ത് ചെയ്ത പാപങ്ങളുണ്ടല്ലോ അതൊക്കെ മറന്നുപോവുക. എന്നാൽ അതൊക്കെ അള്ളാഹിന്റെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സൂക്ഷിക്കപ്പെട്ട കാര്യങ്ങളാണ്, അതിനെക്കുറിച്ച് മറന്നു പോകാൻ പാടില്ല. 2, ദിക്റുൽ ഹസനാത്തിൽ മാളിയ. ശ്രദ്ധിക്കണം കേട്ടോ. മുമ്പ് ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ഓനിങ്ങനെ എടുത്തു പറയും. ഞാൻ അന്ന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഗൾഫിൽ പോയിട്ടാണ് കുടുംബം നേരായത്, ഓലൊക്കെ ഞാൻ കെട്ടിച്ചിട്ടുണ്ട്, നന്മ കാര്യങ്ങളും ഇങ്ങനെ ഇടക്കിടക്ക് എന്ത് ചെയ്യും. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഞമ്മക്കറിയോ അല്ലാഹു തആല കുബിലത്ത് അംറുദ്ദത്ത്, അല്ലാഹു തആല അതൊക്കെ സ്വീകരിച്ചിക്കാണോ അതല്ലൊക്കെ തട്ടിക്കളഞ്ഞിക്കാന്ന് ആരെങ്കിലും അറിയോ? ചില ആൾക്കാർ ഒരുപാട് നന്മ ചെയ്യും, അതിന്റെ കൂടെ തന്നെ പ്രാവും ചെയ്യും. മൂപ്പര് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ച് പ്രാഗിക്കൊണ്ടിരിക്കും. ഞാനല്ല ഇപ്പൊ ആരാ ചെയ്യാൻ ഒലുക്കുള്ളത്? ഒരൊറ്റണത്തിനൊന്നിനെ പറ്റൂല എന്ന് പറയുകയും ചെയ്യും, നന്മകൾ ചെയ്യുകയും ചെയ്യും. അത് വലിയ അപകടം ചെയ്യും. ബഹുമാനപ്പെട്ട പറയാണ്, മുമ്പ് ചെയ്തു പോയ നന്മകൾ ഇങ്ങനെ എടുത്തു പറയും, പക്ഷെ അത് അല്ലാഹു തആല സ്വീകരിച്ചുക്കണോ അതല്ല തട്ടിക്കളഞ്ഞുക്കണോ പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ 2ാമത്തെ കാര്യം, നന്മകൾ ഇങ്ങനെ എടുത്തു പറയരുത്. അത് നമ്മളെ നഫ്സിനെ തന്നെ നമുക്ക് എന്താവും, ഒരു വലിയ ആളായിട്ട് തോന്നുള്ളൂ. ഇനി 4ാമത്തെ ഒരു കാര്യം ബഹുമാനപ്പെട്ടവർ പറയാണ്, വനളറുഹു ഇലാ മൻ ഫൗഖഹു ഫിദ്ദുനിയ. ദുനിയാവിന്റെ കാര്യം വരുമ്പോ നമ്മളെ മുകളിലുള്ള ആളുകളിലേക്ക് നമ്മളിങ്ങനെ നോക്കും. നമ്മളെ ഖാലിദാജിക്ക് ഇപ്പൊ എത്ര പറമ്പുണ്ട്, എനിക്കിപ്പോ 5 സെന്റ് സ്ഥലത്ത് വാങ്ങാൻ പറ്റില്ല അല്ലേ? അല്ലെങ്കിൽ മയമാജിക്ക് ഇപ്പൊ എത്ര സെന്റ് സ്ഥലമുണ്ട്, എനിക്കിപ്പോ എത്ര കാലം ഞാൻ നിന്നിട്ട് എനിക്കൊന്നും വാങ്ങാൻ പറ്റിയില്ല. അത് അല്ലാഹു തആല തീരുമാനിച്ചാണ്. നമ്മൾ എത്ര കൊണ്ടുപോയിട്ട് ഇനി 50 കൊല്ലം ഗൾഫിൽ നിന്നാലും അള്ളാഹ് തരാൻ കരുതിയേ എന്ത് ചെയ്യുള്ളൂ, തീരുള്ളൂ. എന്നാ ചില ആൾക്കാർക്ക് 50 കൊല്ലം നിൽക്കണ്ട, ഏതെങ്കിലും ഒരു കുത്തിക്കണീസിലൂടെ ഏതിന്റെ അറബില് കിട്ടിയിട്ടുണ്ടാവും, അങ്ങനെ മൂപ്പര് വലിയ എന്ത് ചെയ്തിട്ടുണ്ടാവും, വലിയ തർച്ചയ്ക്ക് എത്തിയിട്ടുണ്ടാവും.
പിന്നെ 5 കൊല്ലൊക്കെ കഴിയുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിലും കൂടി പോകാൻ കഴിവില്ലാത്ത ആള് പിന്നെ ഫോർച്യൂണറിലും അതുപോലൊക്കെ കാണും നമ്മളതിനെ അസൂയപ്പെടേണ്ട കാര്യമല്ല. അത് അള്ളാഹു താല തീരുമാനിച്ചതാണ്. ഓരോ വ്യക്തികൾക്ക് ഇന്നതെന്ന് അള്ളാഹു താല തീരുമാനിച്ചത്. അത് അള്ളാഹു താല അവനവനക്ക് അള്ളാഹു താല നൽകിയതുണ്ടല്ലോ, അതിലൊരു സംതൃപ്തി വേണം. എന്നാലും അൽഹംദുലില്ലാ റബ്ബേ എന്നെ ഈ ഇതിലെത്തി, ആ നിലക്കുള്ള സംതൃപ്തിക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. അതല്ല പറയണത്. നമ്മളെ സ്വന്തത്തിനെ കുറിച്ചുള്ള മതിപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെയും നമ്മളുടെയും ഇടയിലുള്ളതായ മറ, കർട്ടൻ എന്താണ്? നമ്മുടെ നെഫ്സിന്റെ പോരായ്മകളാ. ഈ നെഫ്സിന്റെ പോരായ്മകളെ മറച്ചു വെക്കുന്ന ഒരു സാധനമാണ് എന്ത്? സ്വന്തത്തിനെ കുറിച്ചുള്ള സംതൃപ്തി. നമ്മളെ പോരായ്മകളെ മറച്ചു വെക്കുന്ന ഒരു സാധനമാണ് സ്വന്തത്തിനെ കുറിച്ച്. അതിനുശേഷം ഇത് പറയാനുള്ള ഒരു കാരണം കൂടി അതാണ്. നാലാമത്തത്, അപ്പോ ശ്രദ്ധിക്കുക, ദുന്യാവിന്റെ കാര്യം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? വലിയ ആൾക്കാരിലേക്ക്, റബ്ബ് പടച്ചോനെ എനിക്ക് അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു, ഞാൻ എത്ര കാലമായി അധ്വാനിക്ക് എനിക്കൊന്നും കിട്ടിയില്ല, അതാ നമ്മൾ ചിന്തിക്കുള്ളൂ. ഞാൻ അവസാനം പറയുന്നത് ശ്രദ്ധിച്ചോളി. വനളറഹു ഇലാ മൻ ദൂനഹു ഫിദ്ദീനി. ദീനിന്റെ കാര്യം വരുമ്പോഴോ നമ്മൾ ആരിലേക്കാ നോക്കുക? വലിയവരിലേക്കല്ല നോക്കുക. അപ്പൊ നമ്മൾ നേരെ നമ്മൾ പള്ളിയിൽ കയറുണ്ട്, ഓനാടെ പീഡിയക്കോലായ്മ കുത്തിരിക്കണ്ടല്ലോ എന്നാ നമ്മൾ ഇതൊരു മനുഷ്യന്റെ പരാജയത്തിന്റെ ലക്ഷണമാണ്. അവന്റെ പോരായ്മകൾ മറക്കാനുള്ള ഒരു കാരണം കൂടിയാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ. അപ്പൊ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ മുമ്പ് ചെയ്തു പോയ പാപങ്ങൾ ഒക്കെ മറന്നു പോകാൻ പാടില്ല. അതൊക്കെ അള്ളാന്റെ അടുത്ത് അവിടെ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ മായ്ച്ചു കളയും, അത് വേറെ വിഷയം. എന്നാ നന്മകൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും എടുത്തു പറയരുത്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചിലപ്പോ ചില ആളുകളെ സഹായിച്ചിട്ടുണ്ടാവും, അവരിൽ നിന്ന് വല്ല നന്ദിയും കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. അള്ളാന്റെ അടുത്ത് പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ ഓനക്ക് അന്ന് അങ്ങനെ കൊടുത്തതാണ്, അപ്പൊ ഞാൻ വരുമ്പോ നീ എന്താ നീച്ചിക്കാർന്ന്? ഇതാപ്പ ഞാൻ വരുമ്പോ എന്തുകൊണ്ടോ നീച്ചുന്നില്ല, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. ശുക്ർ, ഇതിന് പ്രതിഫലം ആരടുത്തുനിന്ന് മാത്രം? അള്ളാന്റെ കൊടുക്കല് നമ്മളെ ഉത്തരവാദിത്തം, നമ്മൾ കൊടുക്കുക. ഇത് പ്രതീക്ഷ ആരടുത്ത് മാത്രം? അള്ളാന്റെ അടുത്ത് മാത്രം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഒന്നും കൂടി ആ വിഷയം പറയാണ്. അസുലു കുല്ലി മഅസിയത്തിൻ വഗഫ്ലത്തിൻ വശഹ്വ. എല്ലാ അനുസരണക്കേടിന്റെയും, എല്ലാ അശ്രദ്ധയുടെയും, എല്ലാ ശരീര ഇച്ഛയുടെയും അടിസ്ഥാന കാരണം അർദിളാ അനിൻ നഫ്സി, സ്വന്തത്തിനെ കുറിച്ചുള്ള മതിപ്പും സംതൃപ്തിയുമാണ്. അത് പാടില്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ്, വഅസുലു കുല്ലി ത്വഅത്തിൻ, എല്ലാ അനുസരണയുടെയും, വയഖ്ലത്തിൻ, എല്ലാ ജാഗ്രതയുടെയും ശ്രദ്ധയുടെയും, വഇഫത്തിൻ, എല്ലാ വിശുദ്ധിയുടെയും മൂലകാരണം അദമുദ്ദിലാ മിൻക, നിന്നിൽ നിന്നുള്ളതായ സംതൃപ്തി ഇല്ലാതിരിക്കുക, അൻഹ, നിന്റെ സ്വന്തത്തിനെ കുറിച്ച്. അത് വലിയൊരു വിജയമാണ്. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണല്ലോ ഈ മാസം. നമുക്കറിയാം, നമ്മളെ ലോക ചരിത്രത്തിൽ ഇത്രത്തോളം ഒരു മനുഷ്യ നാവുകളിലൂടെ പറയപ്പെട്ട ഒരു വലിയ നമുക്ക് കാണാൻ കഴിയില്ല. അത്രമാത്രം മൂപ്പര് മാത്രമെന്നല്ല പറയണത്, ആ നാവിലൂടെ പറയപ്പെട്ട ആളുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട ആര്? ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മനാഖിബ് ഇപ്പൊ ഞാൻ സുബിഹി ബാങ്കിന്റെ ശേഷമാണ് അദ്ദേഹത്തിന്റെ മനാഖിബ് നോക്കിയത്. ഖലായിദുൽ ജവാഹിർ എന്ന കിതാബിന്റെ കയ്യിലുണ്ട്. അതില് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം കഅബ ഷരീഫിന്റെ മുമ്പിൽ ചെന്നു. കഅബ ഷരീഫിൻ അല്ല, റസൂലുള്ളാന്റെ റൗളയുടെ മുമ്പിൽ ചെന്നു. റൗളയുടെ മുമ്പിൽ ചെന്നിട്ട് റസൂലുള്ളാന്റെ റൗളയിലേക്ക് നോക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ പാടിയ ഒരു ബൈത്തുണ്ട്. ദുനൂബി കമൗജിൽ ബഹരി ബൽ ഹിയ അക്സറു കമസലിൽ ജിബാലി ശുമ്മി ബൽ ഹിയ അക്ബറു. ആരാ പാടുന്നത് നോക്കണം കേട്ടോ. ദുനൂബി, എന്റെ പാപങ്ങൾ, എന്റെ തെറ്റുകൾ, കമൗജിൽ ബഹരി, സമുദ്രത്തിലെ തിരമാലകൾ പോലെയാണ്, അത്രമാത്രം ഉണ്ട്. ബൽ എന്നല്ല, ഹിയ അക്സറു, അതിനേക്കാളും തോനുണ്ട്. ആരാണ് പാടുന്നത്? ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം. സ്വന്തത്തിനെ കുറിച്ച് ഒരു സംതൃപ്തി ഒലിക്കില്ല. ദുനൂബി, എന്റെ പാപങ്ങള്, കമൗജിൽ ബഹരി, സമുദ്രത്തിലെ തിരമാലകളെ പോലെയാണ്. ബൽ എന്നല്ല, ഹിയ അക്സറു, അതിനേക്കാളുണ്ട് എന്ത് പാപങ്ങൾ. എന്നിട്ട് ശേഷം പറയണേ, കമസലിൽ ജിബാലി ശുമ്മി, എന്റെ തെറ്റുകള് പർവ്വത സമാനം കണക്കേ ഉണ്ട് എന്റെ തെറ്റുകള്. ബൽ എന്നല്ല, ഹിയ അക്ബറു, അതിനേക്കാളും വലുതാണ്, അതിനേക്കാളും വലുതാണ് എന്റെ തെറ്റുകൾ. ആരാ പറയണത്? ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ റൗളയിലേക്ക് നോക്കിയിട്ട് 40 ദിവസം അവിടെ നിന്നുന്ന.
40 ദിവസം അതിന്റെ ഉള്ളിലേക്ക് കയറാതെ കരഞ്ഞുകൊണ്ട് ഇരുന്നു. എന്നിട്ട് പാടിയ ബൈത്താണിത്. ദുനൂബി കമൗജിൽ ബഹരി ബൽ ഹിയ അക്സറു കമസലിൽ ജിബാലി ശുമ്മി ബൽ ഹിയ അക്ബറു. അവസാനം അദ്ദേഹം കരഞ്ഞുകൊണ്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, വലാകിന്നഹാ ഇൻദൽ കരീമി ഇദാ അഫ ജനാഹും മിനൽ ബഗൂളി ബൽ ഹിയ അസ്ഗറു. എങ്കിലും മാന്യനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്റെ പാപങ്ങളൊക്കെ ഏതുപോലെയുള്ളൂ? ഒരു കൊതുകിന്റെ ചിറക് പോലെയുള്ളൂ. അല്ല, ബൽഹിയ അസ്ഗറു, അതിനേക്കാളും ചെറുതാക്കാൻ ആർക്ക് കഴിയും? എന്റെ അല്ലാഹു തആലക്ക് കഴിയും. അവസാന ഒരു പ്രതീക്ഷയുടെ വാക്കാ മൂപ്പർ പറയണത്. എങ്കിലും മാന്യനായ അല്ലാഹു തആല എനിക്ക് പാപമോചനം തരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്റെ പാപങ്ങളൊക്കെ ഒരു കൊതുകിന്റെ ചിറക് പോലെയുള്ളൂ, അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതാണ്. അപ്പൊ സ്വാലിഹീങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, നമ്മളെ തബഖാത്ത് സൂഫിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് എൻ്റെ അടുത്ത്. എൻ്റെ ഗ്രന്ഥമാണ്, എൻ്റെ കിതാബാണ്. ആ കിതാബിന്റെ ഫസ്റ്റ് ഒരു വലിയനെ പറയുന്നത് ആരെയാണ്? ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ മനാഖിബ് നോക്കിയാൽ കാണാം, അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ കബറിന്റെ അരികെ പോയിട്ട് ആ മണ്ണെടുത്ത് അദ്ദേഹം തലയിലിടും. എന്നിട്ട് സ്വന്തം നഫ്സിനോട്, ഫുളൈലെ നീ എന്തുകൊണ്ട് നന്മകൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുമായിരുന്നു എന്ന് കിതാബിൽ കാണാൻ കഴിയും. സ്വാലിഹീങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ചില ആരിഫീങ്ങളൊക്കെ കരഞ്ഞ് അവരെ മുഖത്തിലൂടെ കറുത്ത പാടുകള് ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു, ഷഅബാനത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ, ഓലൊക്കെ കരഞ്ഞിട്ട് ഓലെ ഈ ഇതിൽ കൂടെ പാടുകൾ വന്നിരുന്നു. ഒരിക്കൽ പിന്നെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു മാംസം കരിഞ്ഞ ഒരു സ്മെല്ല് വന്നപ്പോ അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് സിദ്ദീഖിന്റെ ഹൃദയം അള്ളാഹുവിനോടുള്ള ഭയത്താൽ കരിയുന്നതാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഒരു രൂപത്തിലാണ് നമ്മൾ ഒരു ഭയവും പ്രതീക്ഷയുടെയും ഖൗഫ് റജാഇന്റെ ഇടയിലാണ് ഒരു വിശ്വാസികളുടെ ജീവിതം വേണ്ടത്. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? കെട്ടിപ്പടുക്കുക. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അള്ളാഹു തആല സ്വീകരിച്ചുകൊണ്ടും നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഒരിക്കലും മതിയായിക്കൊണ്ടും തോടാൻ പാടില്ല. എൻ്റെ അമ്മ എപ്പോഴും പറയുന്നൊരു വാക്കാണത്. ഒരുപാട് ഇബാദത്തുകൾ ചെയ്യും, 24 മണിക്കൂർ അല്ലാതെ വേറെ പണിയൊന്നുമില്ല. ഉറക്കം കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഇബാദത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ആൾക്കാർ. എന്നാലും അവർ കവറിന്റെ വിഷയം കേട്ടാൽ കരയും. കവറിന്റെ എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ അപ്പ കരയും. മനസ്സിലാവുണ്ടോ? ഞാനിപ്പോൾ അടുത്തൊരു ഹദീസ് എല്ലാവരും വാട്സപ്പിൽ വിട്ടുകൊടുത്തു, പക്ഷെ എമ്മാൻ്റെക്ക് വിട്ടുകൊടുത്തില്ല. ചിലപ്പോൾ അത് വിട്ടുകൊടുത്താൽ പിന്നെ കരച്ചിലേക്കാണ്, അത് പേടിച്ചിട്ട് വിട്ടുകൊടുത്തില്ല. എത്ര ചെയ്താലും ഒൽക്കൊന്നും സംതൃപ്തിയാണില്ല. ആ രൂപത്തിലേക്ക് നമ്മളെ മനസ്സ് മാറണം. ഇൻഷാ അല്ലാഹ് അതിന്റെ വാക്ക് നമുക്ക് നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.